ഹലോ കൂട്ടുകാരെ, ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല കുറേ കാലം ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ കൂണ് വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. കൂണ് വെച്ചിട്ട് നമ്മൾ മസാലക്കറിയും ഫ്രൈയും ഒക്കെ ആണല്ലോ ഉണ്ടാക്കാറ്. പക്ഷേ നമ്മൾ ചിക്കനൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഇത് പല തരത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കൂണൊക്കെ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളം പിഴിഞ്ഞിട്ട് എടുക്കണം. ഇതിന് നല്ലപോലെ വെള്ളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞളും മുളകൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ കൂണിന് ഫുള്ള് പിടിക്കണം. എന്നിട്ടിത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കുറേ കാലം കേടാവാതെ ഇരിക്കും ഈ അച്ചാർ. ഇത് എള്ളെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കേടാവാതെ കുറേ കാലം ഇരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. നല്ല ചിക്കൻ അച്ചാറൊക്കെ ആക്കിയാൽ ഉണ്ടാവുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതിന് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച കൂണെടുത്തിട്ട് ഇത് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾക്കിതൊന്ന് വേകാൻ വയ്ക്കാം. ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. മൂടി അടച്ച് വെച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. എള്ളെണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത പോലെ കാണുന്നത്. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. കൂണിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കുകയും വേണം. ഇത് ഏകദേശം നമ്മളിത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മുരിയിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2 പച്ചമുളക് ചീവിയതും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അടുക്കി പിടിക്കരുത്. കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവയൊന്ന് മൂത്ത് വരട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ആദ്യം നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്തപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് മുരിയിച്ചെടുക്കാം. അതായത് മുളകിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോയി കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂണ് ഉലുവപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് നോക്കാം. നമ്മൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വിനീഗർ പുളിയുള്ളതാണല്ലോ, അത് ഒഴിക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ് വരും. അപ്പോൾ ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കൂണച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ കൂണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയാൽ എല്ലാവരും അച്ചാർ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ.